ജമ്മു കശ്മീരിലെ പഹൽഗാം ആക്രമണത്തിന് ശേഷം തീവ്രവാദികൾ ആകാശത്തേക്ക് വെടിവെച്ച് ആഘോഷിച്ചെന്ന് ദൃക്സാക്ഷി. NIAക്ക് ലഭിച്ച ദൃക്സാക്ഷി മൊഴിയിലാണ് വെളിപ്പെടുത്തൽ. NIA അറസ്റ്റ് ചെയ്ത 2 പഹൽഗാം സ്വദേശികൾ തീവ്രവാദികളുടെ ബാഗുകൾക്ക് കാവൽ നിന്നുവെന്നും ദൃക്സാക്ഷി മൊഴി. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ശരത് ലാൽ, ഈ ദൃക്സാക്ഷി മൊഴി അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്? ഈ തീവ്രവാദികൾ എവിടെ ഇത്തരത്തിൽ ആഘോഷം നടത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്? ലക്ഷ്മി, ഈ പഹൽഗാമിലെ കൂട്ടക്കൊലക്ക് ശേഷം അവരെ കമില ചൊല്ലിച്ച് ചെല്ലാത്തവരെ മുഴുവൻ വെടിവെച്ച് കൊന്ന ശേഷമാണ് ഇത്തരമൊരു ആഘോഷം. ആകാശത്തേക്ക് 2 റൗണ്ട് വെടിവെച്ച് ചന്ദ്രത്തൊക്കെ വെടിവെച്ച് ശേഷം ആഘോഷിച്ച ശേഷം മാത്രമാണ് ഈ പാക് തീവ്രവാദികൾ അവിടെ നിന്ന് മലകൾക്കുള്ളിലേക്ക് കാടുകളിലേക്ക് മറഞ്ഞതെന്നാണ് ദൃക്സാക്ഷി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ട പഹൽഗാമിലെ 2 നിവാസികളും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ആയുധങ്ങൾക്ക് കാവൽ നിന്നു, ബാഗുകൾക്ക് കാവൽ നിന്നു, ബാഗുകൾ എടുത്ത ആയുധധാരികൾക്ക് നൽകി എന്ന ഒരു വിവരണവും കൂടി ദൃക്സാക്ഷികൾ നൽകിയിട്ടുണ്ട്. എന്നാൽ പഹൽഗാം അക്രമത്തിൽ യഥാർത്ഥത്തിൽ പഹൽഗാം അക്രമം പാക് സൈന്യത്തിന്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും അറിവോട് തന്നെ നടപ്പിലാക്കിയതാണ് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ ദൃക്സാക്ഷി മൊഴി. കാരണം വളരെ നിശ്ചയദാർഢ്യത്തോടെ വളരെ പ്ലാൻ ചെയ്ത് വളരെ വ്യക്തമായി നടപ്പിലാക്കിയ ഒരു അക്രമമാണ്. അതുകൊണ്ട് തന്നെ അതിന് വലിയ രീതിയിലുള്ള സൈന്യത്തിന്റെ അല്ലെങ്കിൽ പാക് സൈന്യത്തിന്റെ അല്ലെങ്കിൽ പാക് ചാര സംഘടനയുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു വിജയം ആഘോഷിക്കുന്ന ഒരു യുദ്ധം ജയിച്ച ശേഷം വിജയം ആഘോഷിക്കുന്ന രീതിയിൽ ആകാശത്തെ വെടിവെക്കുകയും അവിടെ നിന്ന് തിരിച്ചു പോകുകയും ചെയ്തത്. ലക്ഷ്മി, ശരത് ലാൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.